ഉളിയകോവിലിലെ ഫെബിനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതി തേജസ് രാജെത്തിയത് കൂട്ടക്കുരുതി ലക്ഷ്യമിട്ട് കാമുകിയെയും കുടുംബത്തെയും വകവരുത്തുകയായിരുന്നു പ്രതിയുടെ ലക്ഷ്യമെന്നാണ് പോലീസ് നിഗമനം. കയ്യിൽ കരുതിയ ഇന്ധനം വീടിനുള്ളിൽ ഒഴിച്ചതായും തീ കൊളുത്താനുള്ള ശ്രമം പരാജയപ്പെട്ടതോടെയാണ് കത്തിയെടുത്ത് കൃത്യം നടത്തിയതെന്നുമാണ് പോലീസിന്റെ കണ്ടെത്തൽ. ഇതിനായി കരുതിയ 2 പെട്രോൾ ടിന്നുകളിലൊന്ന് കാറിൽ നിന്നും കണ്ടെത്തുകയും ചെയ്തു. അക്രമം നടത്തിയത് തേജസ് രാജാണെന്ന് അറിയാമായിരുന്നിട്ടും ആദ്യം തുറന്നു പറയാൻ ഫെബിൻ്റെ മാതാപിതാക്കൾ തയ്യാറായില്ല. കൊല്ലപ്പെട്ട ഫെബിൻ്റെ സഹോദരിയുടെ മൊഴിയും പോലീസ് ഉടൻ ശേഖരിക്കും. ഉളിയക്കോവിൽ കൊലപാതകത്തിന് പിന്നിൽ കൃത്യമായ ആസൂത്രണമെന്ന് പോലീസ്. കൊലപാതകത്തിനായി മാസങ്ങൾ നീണ്ട തയ്യാറെടുപ്പാണ് പ്രതി തേജസ് രാജ് നടത്തിയത്. കൃത്യം നടത്തിയ ശേഷം ട്രെയിനിന് മുന്നിൽ ചാടി മരിച്ചത് യാദർച്ഛികമല്ലെന്നും പോലീസ് പറയുന്നു. സംഭവ ദിവസം രാവിലെ തന്നെ തേജസ് രാജ് വീട്ടിൽ നിന്ന് കാറിൽ പുറപ്പെട്ടിരുന്നതായാണ് റിപ്പോർട്ടുകൾ. അങ്ങനെയെങ്കിൽ തേജസ് എവിടെയെല്ലാം പോയി, കൃത്യത്തെപ്പറ്റി മറ്റാരോടെങ്കിലും സംസാരിച്ചിരുന്നോ എന്നതടക്കമുള്ള കാര്യങ്ങളും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. തേജസിന്റെ അടുത്ത സുഹൃത്തുക്കളിൽ നിന്നും പോലീസ് വിവരങ്ങൾ ശേഖരിച്ചു വരുന്നു. ഫെബിന്റെ സഹോദരി വീട്ടിലുണ്ടാകുമെന്ന് കരുതിയെത്തിയ തേജസ് അവരെ കൊലപ്പെടുത്താനാണ് പ്രധാനമായി ലക്ഷ്യമിട്ടിരുന്നതെന്നാണ് പോലീസ് കരുതുന്നത്. അക്രമം നടത്തിയ ആളെ പറ്റിയുള്ള വിവരം ആദ്യം വീട്ടുകാർ മറച്ചുവെച്ചുവെന്നും പോലീസ് പറയുന്നുണ്ട്. കറുത്ത വസ്ത്രവും മുഖംമൂടിയും ധരിച്ചെത്തിയത് തേജസ് ആണെന്ന് തിരിച്ചറിഞ്ഞിട്ടും ഇക്കാര്യം തുറന്നു പറയാൻ ഫെബിന്റെ മാതാപിതാക്കൾ തയ്യാറായിരുന്നില്ല എന്നാണ് പോലീസ് പറയുന്നത്. വിശദമായ വിവരങ്ങൾ ചോദിച്ചപ്പോഴാണ് തേജസിനെ പറ്റി ഇവർ വെളിപ്പെടുത്തിയത്. തേജസ് ആണ് ഫെബിനെ കുത്തിയതെന്ന് ആദ്യം തന്നെ അറിയിച്ചിരുന്നെങ്കിൽ ഉടൻ തന്നെ ഫോണിൽ ടവർ ലൊക്കേഷൻ കണ്ടെത്തി പിന്തുടരാനും പിടികൂടാനുമാകുമായിരുന്നു. ഫെബിന്റെ സഹോദരിയുമായുള്ള വിവാഹത്തിൽ നിന്ന് വീട്ടുകാർ പിന്മാറിയതാണ് തേജസ് രാജിനെ പ്രകോപിപ്പിച്ചതും കൃത്യത്തിലേക്ക് നയിച്ചതും. ഈ പെൺകുട്ടിയിൽ നിന്നും പോലീസ് മൊഴിയെടുക്കും. ഫെബിന്റെ പിതാവ് ഗോമസ് ആരോഗ്യം വീണ്ടെടുത്ത ശേഷം വിശദമായി മൊഴിയെടുക്കാനും പോലീസ് തീരുമാനിച്ചിട്ടുണ്ട്. ഫെബിന്റെ മൃതദേഹം വൻ ജനാവലിയുടെ സാന്നിധ്യത്തിൽ സംസ്കരിച്ചു. കൊല്ലം KSRTC ബസ് സ്റ്റാൻഡ് എതിർവശത്തുള്ള തുയ്യം ഇടവക സെമിത്തേരിയിലായിരുന്നു സംസ്കാരം. ന്യൂസ് 18 കൊട്ടാരക്കര.